ഹലോ നമസ്തേ. എല്ലാ കൂട്ടുകാർക്കും കൊട്ടാരക്കര ICM മഹാരാജ കോളേജിന്റെ ഓൺലൈൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് ബിസിനസ് സ്റ്റഡീസിലെ പ്ലാനിംഗ് എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഏറ്റവും ആദ്യമായി എന്താണ് പ്ലാനിംഗ് എന്ന് നമുക്ക് നോക്കാം. പ്ലാനിംഗ് മീൻസ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ടാർഗറ്റ് ആൻഡ് ഫോർമുലേറ്റിംഗ് ആൻ ആക്ഷൻ പ്ലാൻ ടു അച്ചീവ് ദം. പ്ലാനിംഗ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഇതാണ്: നമ്മൾ നേടിയെടുക്കേണ്ടുന്ന ലക്ഷ്യങ്ങളും ടാർഗറ്റുകളും സെറ്റ് ചെയ്യുക, എന്നിട്ട് അവ നേടിയെടുക്കുന്നതിനാവശ്യമായിരിക്കുന്ന ആക്ഷൻ പ്ലാനുകൾ ഫോർമുലേറ്റ് ചെയ്യുക അഥവാ നിർമ്മിക്കുക. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് പ്ലാനിംഗ്. അതായത് പ്ലാനിങ്ങിനകത്ത് രണ്ട് പ്രോസസ്സുകളാണ് ഉണ്ടാകുന്നത്. ഒന്ന്, സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ടാർഗറ്റ്സ്, ഒബ്ജക്റ്റീവുകളെയും ടാർഗറ്റുകളെയും നമ്മൾ സെറ്റ് ചെയ്യുക. രണ്ട്, ഫോർമുലേറ്റിംഗ് ആൻ ആക്ഷൻ പ്ലാൻ ടു അച്ചീവ് ദം, അവ നേടിയെടുക്കുന്നതിനാവശ്യമായിരിക്കുന്ന ഒരു ആക്ഷൻ പ്ലാൻ നമ്മൾ രൂപകൽപ്പന ചെയ്യുക. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ബോത്ത് എൻഡ്സ് ആൻഡ് മീൻസ്, ദറ്റ് ഈസ് വാട്ട് ഈസ് ടു ബി ഡൺ ആൻഡ് ഹൗ ഇറ്റ് ഈസ് ടു ബി ഡൺ. ഇത് രണ്ട് കാര്യങ്ങളാണ് കൺസിഡർ ചെയ്യുന്നത്. ഒന്ന്, വാട്ട് ഈസ് ടു ബി ഡൺ, എന്ത് ചെയ്യണം. രണ്ട്, ആൻഡ് ഹൗ ഇറ്റ് ഈസ് ടു ബി ഡൺ, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെയാണ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. പ്ലാനിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ്. നമുക്ക് എത്തേണ്ടുന്ന ലക്ഷ്യങ്ങൾ, ദാറ്റ് മീൻസ് ഒബ്ജക്റ്റീവ്സുകളും ടാർഗറ്റുകളും സെറ്റ് ചെയ്യുക, അവ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ആക്ഷൻ പ്ലാനുകൾ ഫോർമുലേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് വാട്ട് ഈസ് ടു ബി ഡൺ ആൻഡ് ഹൗ ഇറ്റ് ഈസ് ടു ബി ഡൺ. എന്താണ് ചെയ്യേണ്ടുന്നത്, എങ്ങനെയാണ് ചെയ്യേണ്ടുന്നത് എന്നുള്ള കാര്യമാണ് പ്ലാനിങ്ങിനകത്ത് പറയപ്പെടുന്നത്. അടുത്തത് സ്റ്റെപ്സ് ഇൻ പ്ലാനിംഗ് പ്രോസസ്. പ്ലാനിംഗ് പ്രോസസ്സിന്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പാണ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, അതായത് നമ്മൾക്ക് വേണ്ടുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക. ഒബ്ജക്റ്റീവ്സ് മേ ബി സെറ്റ് ഫോർ ദി എൻറ്റയർ ഓർഗനൈസേഷൻ ആൻഡ് ഈച്ച് ഡിപ്പാർട്ട്മെന്റ് ഓർ യൂണിറ്റ് വിത്തിൻ ദ ഓർഗനൈസേഷൻ. ലക്ഷ്യങ്ങൾ സ്ഥാപനത്തിന് മുഴുവനായും അതേപോലെ തന്നെ സ്ഥാപനത്തിലെ ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്കും ഓരോ യൂണിറ്റുകൾക്കും പ്രത്യേകമായ ലക്ഷ്യങ്ങളും ഉണ്ടായിരിക്കണം. അപ്പോൾ ഒബ്ജക്റ്റീവുമായി ബന്ധപ്പെട്ട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: സ്ഥാപനത്തിൽ മൊത്തത്തിൽ ഉണ്ടായിരിക്കണം, അതേപോലെ സ്ഥാപനത്തിനുള്ളിലുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ യൂണിറ്റിനും ഒബ്ജക്റ്റീവുകൾ ഉണ്ടായിരിക്കണം. എന്താണ് ഒബ്ജക്റ്റീവ് എന്ന് നോക്കാം. ഒബ്ജക്റ്റീവ്സ് ഓർ ഗോൾസ് സ്പെസിഫൈ വാട്ട് ദ ഓർഗനൈസേഷൻ വാണ്ട് ടു അച്ചീവ്. അതായത് ഒരു സ്ഥാപനം എന്തായി തീരണമെന്നുള്ള കാര്യം സ്പെസിഫൈ ചെയ്യുകയാണ്, വ്യക്തമാക്കി തരികയാണ്. അതിനെ പറയുന്ന പേരാണ് ഒബ്ജക്റ്റീവ്സ്. അതായത് ഒരു സ്ഥാപനം എന്തായി തീരണമെന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ് ഷുഡ് ബി സ്റ്റേറ്റഡ് ക്ലിയർലി ഫോർ ആൾ ഡിപ്പാർട്ട്മെന്റ്, യൂണിറ്റ് ആൻഡ് എംപ്ലോയീസ്. എല്ലാ തൊഴിലാളികളോടും എല്ലാ യൂണിറ്റിനോടും എല്ലാ ഡിപ്പാർട്ട്മെന്റിനോടും നമ്മളുടെ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ എന്താണ് എന്നുള്ളതിനെ പറ്റി കൃത്യമായി പറഞ്ഞ് കൊടുത്തിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ്, സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് എന്ന പ്ലാനിങ്ങിന്റെ ഒന്നാമത്തെ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. രണ്ടാമത്തേതാണ് ഡെവലപ്പിംഗ് പ്ലാനിംഗ് പ്രിമിസസ്. പ്രിമിസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അസംഷനുകൾ എന്നാണ്, ഊഹങ്ങൾ. പ്ലാനിംഗ് ഈസ് കൺസേൺഡ് വിത്ത് ദ ഫ്യൂച്ചർ വിച്ച് ഈസ് അൺസർട്ടൈൻ and every planner is using assumption about what might happen in the future. പ്ലാനിംഗ് എന്ന് പറയുന്നത് ഭാവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഭാവിയിലുള്ള സംഭവങ്ങളെല്ലാം അൺസർട്ടൻ ആണ്. അതുകൊണ്ട് തന്നെ ഏതൊരു പ്ലാനർ ആണെങ്കിലും ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യത്തെ പറ്റി ഒരു ചെറിയ ഊഹങ്ങൾ നടത്തിയിരിക്കണം. അത്തരത്തിലുള്ള ഊഹങ്ങളെ പറയുന്ന പേരാണ് പ്ലാനിംഗ് പ്രിമിസസ്. നോക്കാം അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്. പ്ലാനിംഗ് ഈസ് കൺസേൺഡ് വിത്ത് ദ ഫ്യൂച്ചർ. പ്ലാനിംഗ് ഭാവിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ആൻഡ് വിച്ച് ഈസ് അൺസർട്ടൻ. ആ ഭാവി എന്ന് പറയുന്ന സാധനം അൺസർട്ടൻ ആണ്, കൃത്യമായി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയത്തില്ല. ആൻഡ് എവരി പ്ലാനർ ഈസ് യൂസിങ് അസംഷൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാ പ്ലാനറുകളും ചില ഊഹങ്ങളൊക്കെ നടത്തും. എന്തിനെ പറ്റി? അബൌട്ട് വാട്ട് മൈറ്റ് ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ. ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ പറ്റി. ദീസ് അസംഷൻസ് ആർ കാൾഡ് പ്ലാനിംഗ് പ്രിമിസസ്. ഇത്തരത്തിലുള്ള ഊഹങ്ങളെ പറയുന്ന പേരാണ് പ്ലാനിംഗ് പ്രിമിസസ്. Assumptions are base materials upon which the plans are to be drawn. ഏതൊരു പദ്ധതികളും തയ്യാറാക്കണമെങ്കിൽ തീർച്ചയായും അതിന് ചില അസംഷനുകളൊക്കെ ഉണ്ടായിരിക്കണം. അതാണ് ഐഡന്റിഫൈയിങ് ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കാം. There may be many ways to act and achieve objectives. ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് പല തരത്തിലുള്ള വഴികളുണ്ട്.
All the alternative course of action should be identified. അങ്ങനെ നമ്മളെ ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റുന്ന വഴികൾ ഏതൊക്കെയാണെന്നുള്ളതിനെ പറ്റി നമ്മൾ മനസ്സിലാക്കുക, ഐഡന്റിഫൈ ചെയ്യുക. If the project is important, then more alternatives should be generated and thoroughly discussed among us the members of the organization. അതായത് ഒരു പദ്ധതി നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എങ്കിൽ അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പലതരത്തിലുള്ള ആൾട്ടർനേറ്റീവുകൾ നമ്മൾ ജനറേറ്റ് ചെയ്യണം. എന്ന് മാത്രമല്ല, ആ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സ്ഥാപനത്തിലെ മെമ്പേഴ്സുമായി നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്യണം. അപ്പം ഐഡന്റിഫൈങ് ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് വെച്ചാൽ ഇത്രയുമേ ഉള്ളൂ. ഒരു പ്രവർത്തനം ചെയ്യുന്നതിന് പലതരത്തിലുള്ള മാർഗങ്ങൾ ഉണ്ടാവാം, പലതരത്തിലുള്ള വഴികൾ ഉണ്ടാവാം. ആ വഴികൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. അതാണ് ഇവാലുവേഷൻ ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. The next step is to analyze the merits and demerits of each alternative. നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് ആവശ്യമായിരിക്കുന്ന പലതരത്തിലുള്ള വഴികളുണ്ട്. ആ വഴികളെല്ലാം ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ഇവിടെ പറയുന്നതാണ് അത്തരത്തിലുള്ള ഓരോ വഴികളുടെയും ഗുണങ്ങളും ദോഷങ്ങളും എന്താണ് എന്ന് അനലൈസ് ചെയ്യുക. അതിനെ പറയുന്ന പേരാണ് ഇവാലുവേറ്റിംഗ് ആൾട്ടർനേറ്റീവ് കോഴ്സ്. Each course will have many variables which have to be evaluated in the light of objectives to be achieved. ഏതൊരു രീതിക്കാണെങ്കിലും നമ്മളെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് ആവശ്യമായിരിക്കുന്ന പലതരത്തിലുള്ള ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളെ പറയുന്ന പേരാണ് വേരിയബിൾസ് അഥവാ ഫാക്ടേഴ്സ്. ആ ഘടകങ്ങളെല്ലാം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക, അനലൈസ് ചെയ്യുക. അപ്പോൾ ഇവാലുവേറ്റിംഗ് ആൾട്ടർനേറ്റീവ് കോഴ്സ് എന്ന് വെച്ചാൽ തൊട്ടുമുമ്പുള്ള സ്റ്റെപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതായത് നമ്മളുടെ ഒരു ബിസിനസ്സിന് ഒരു പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ അതിന് പലതരത്തിലുള്ള വഴികളുണ്ടാവും. ആ വഴികളുടെ ഓരോ വഴികളുടെയും മെറിറ്റും ഡിമെറിറ്റുകളും അനലൈസ് ചെയ്യുന്നതിനെ പറഞ്ഞ പേരാണ് ഇവാലുവേറ്റിംഗ് ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. അടുത്ത സെലക്ടിംഗ് ദ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ്. ദിസ് ഈസ് ദ റിയൽ പോയിന്റ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. അതായത് തീരുമാനങ്ങൾ എടുക്കുന്ന ശരിക്കുമുള്ള പോയിന്റ് ഇതാണ്. The best plan has to be adopted and implemented. ഏറ്റവും മികച്ച പദ്ധതികൾ അല്ലെങ്കിൽ ഏറ്റവും മികച്ച ആൾട്ടർനേറ്റീവുകളായിരിക്കും നമ്മൾ അഡോപ്റ്റ് ചെയ്യുകയും ഏറ്റെടുക്കുകയും ഇംപ്ലിമെന്റ് ചെയ്യുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നത്. The ideal plan, of course, would be the most feasible, profitable and with the least negative consequences. The ideal plan എന്ന് വെച്ചാൽ ഏറ്റവും മികച്ച പ്ലാൻ, ഓഫ് കോഴ്സ് തീർച്ചയായും, വുഡ് ബി ദ മോസ്റ്റ് ഫീസിബിൾ ഏറ്റവും പ്രാക്ടിക്കബിൾ ആയിട്ടുള്ളതായിരിക്കണം, ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, പ്രോഫിറ്റബിൾ ലാഭകരമായിരിക്കണം, ആൻഡ് വിത്ത് ലീസ്റ്റ് നെഗറ്റീവ് കോൺസിക്വൻസസ് എന്ന് മാത്രമല്ല അവയിൽ നിന്നുണ്ടായിരിക്കുന്ന ദോഷഫലങ്ങൾ വളരെ കുറവും ആയിരിക്കണം. അടുത്താണ് ഫോർമുലേറ്റിംഗ് ഡെറിവേറ്റീവ് പ്ലാൻസ്. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റി നമുക്കൊന്ന് നോക്കാം. ആഫ്റ്റർ ദ ബേസിക് പ്ലാൻ ഈസ് ഡിസൈഡഡ്, the next logical step is to develop detailed plan for its implementation. അതായത് നമ്മൾ എവിടെ എത്തണം എന്നുള്ള കാര്യത്തെ പറയുന്ന പേരാണ് ബേസിക് പ്ലാൻ. ആ ബേസിക് പ്ലാൻ നമ്മൾ തീരുമാനിച്ചതിന് ശേഷം തൊട്ടടുത്ത സ്റ്റെപ്പാണ് ആ ബേസിക് പ്ലാനുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് ആവശ്യമായിരിക്കുന്ന ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്ലാനുകൾ നമ്മൾ സബ് പ്ലാനുകൾ നമ്മൾ എന്ത് ചെയ്യണം, ഫോർമുലേറ്റ് ചെയ്യണം. After the basic plan is decided, basic plan decide ചെയ്തതിനു ശേഷം the next logical step is to develop detailed plan for this implementation. നമ്മുടെ പദ്ധതികൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് ആവശ്യമായിരിക്കുന്ന ഡീറ്റെയിൽഡ് പ്ലാനുകളെ പറ്റി ചിന്തിക്കുക എന്നുള്ളതാണ് അടുത്തത്. These plans are called derivative plans or sub plans. ഇത്തരത്തിലുള്ള പദ്ധതികളെ പറയുന്ന പേരാണ് ഡെറിവേറ്റീവ് പ്ലാനുകൾ അഥവാ സബ് പ്ലാനുകൾ. These plans refers to policies, procedures, rules, programs, schedules, budgets, etc. ഇത്തരത്തിലുള്ള സബ് പ്ലാനുകളെ പറയുന്ന പേരാണ് പോളിസി, പ്രൊസീജിയേഴ്സ്, റൂൾസ്, പ്രോഗ്രാം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് തൊട്ടടുത്ത് തന്നെ പഠിക്കാനുണ്ട്. അതാണ് ഇംപ്ലിമെന്റിംഗ് ദ പ്ലാൻസ്. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ദിസ് സ്റ്റെപ്പ് ഈസ് കൺസേൺഡ് വിത്ത് ദ പുട്ടിംഗ് ദ പ്ലാൻ ഇൻ ടു ആക്ഷൻ. അതായത് നമ്മളുടെ പദ്ധതികളെ പ്രവർത്തനങ്ങളാക്കി മാറ്റിയെടുക്കുന്നതിനെ പറയുന്ന പേരാണ് ഇംപ്ലിമെന്റിംഗ് ദ പ്ലാൻസ്. ദാറ്റ് ഈസ് ഡൂയിങ് വാട്ട് ഈസ് റിക്വയർഡ്. അതായത് നമുക്ക് എന്താണോ ആവശ്യമായി വരുന്നത് അത് നമ്മൾ ചെയ്യുക. ദിസ് സ്റ്റെപ്പ് വുഡ് ആൾസോ ഇൻവോൾവ് ദ ഓർഗനൈസിംഗ് ഫോർ ലേബർ ആൻഡ് പർച്ചേസ് ഓഫ് മെഷീനറി. അതായത് ഓർഗനൈസിങ്ങിന് വേണ്ടിയും ലേബേഴ്സിന്റെ ഓർഗനൈസ് ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയും മെഷീനറി ഒക്കെ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ പർച്ചേസ് ഒക്കെ ചെയ്യുന്നതും അതിനെ പറ്റി ചിന്തിക്കുന്നതും ഈ ഒരു സമയത്തായിരിക്കും. അടുത്ത നമ്മൾ നോക്കുന്നത് ഫോളോ അപ്പ് ആക്ഷൻ. ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പാണ് പ്ലാനിങ്ങിലെ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പാണ് ഫോളോ അപ്പ് ആക്ഷൻ. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ടു സീ വെദർ പ്ലാൻസ് ആർ ബീങ് ഇംപ്ലിമെന്റഡ് ആൻഡ് ആക്ടിവിറ്റീസ് ആർ പെർഫോംഡ് according to the schedule is also a part of planning process. അതായത് നമ്മളുടെ പദ്ധതികളെല്ലാം ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നതും പ്രവർത്തനങ്ങളെല്ലാം നടത്തിയിരിക്കുന്നതും നമ്മൾ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ ആണോ എന്ന് നോക്കുക.
അതും പ്ലാനിംഗ് പ്രോസസ്സിന്റെ ഭാഗം തന്നെയാണ് എന്നാണ് ഫോളോ അപ്പ് ആക്ഷനകത്ത് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. ടു സീ വെദർ പ്ലാൻസ് ആർ ബീങ് ഇംപ്ലിമെന്റഡ്, അതായത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്ന പദ്ധതികളും ആൻഡ് ആക്ടിവിറ്റീസ് ആർ പെർഫോംഡ്, ചെയ്യുന്ന പ്രവർത്തനങ്ങളും അക്കോർഡിംഗ് ടു ഷെഡ്യൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പദ്ധതികൾക്ക് അനുസരിച്ച് തന്നെയാണോ? ഓക്കെ, എന്ന് എന്ത് ചെയ്യണം? ടു സീ, നോക്കണം. അതാണ് ഏറ്റവും ആദ്യമേ കിടക്കുന്നത്. ഓക്കെ, ഇസ് ആൾസോ പാർട്ട് ഓഫ് പ്ലാനിംഗ് പ്രോസസ്. അത് എന്തിന്റെ ഭാഗം തന്നെയാണ്? പ്ലാനിംഗ് പ്രോസസ്സിന്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. പ്ലാനുകൾ ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നതും ഓരോ പ്രവർത്തനങ്ങൾ നടത്തിയേക്കുന്നതും നമ്മൾ പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് തന്നെയാണോ എന്ന് നോക്കുന്നതും പ്ലാനിങ്ങിന്റെ പ്രോസസ്സാണ്. അങ്ങനെ നോക്കുന്നതിനെ പറഞ്ഞ പേരാണ് ഫോളോ അപ്പ് ആക്ഷൻ. നോക്കാം. മോണിറ്ററിംഗ് ദ പ്ലാൻ ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ് ടു എൻഷുർ ദ ഒബ്ജക്റ്റീവ്സ് ആർ അച്ചീവ്. അതായത് നമ്മളുടെ പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന്റെ കൂട്ട് തന്നെ തുല്യ പ്രാധാന്യമാണ് പദ്ധതികൾ കറക്റ്റായിട്ടാണോ പോകുന്നത് എന്നുള്ള കാര്യം നോക്കുന്നത്, മോണിറ്റർ ചെയ്യുന്നത്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് പ്ലാൻ. എത്ര തരത്തിലുള്ള പദ്ധതികളുണ്ട്? പ്രധാനമായും 2 തരത്തിലുള്ള പദ്ധതികളാണുള്ളത്, പ്ലാനുകളാണുള്ളത്. ഒന്ന് സ്റ്റാൻഡിംഗ് പ്ലാൻസ് എന്നും 2 സിംഗിൾ പ്ലാനുകൾ എന്നും. ഏറ്റവും ആദ്യമായി നമുക്ക് സിംഗിൾ യൂസ് പ്ലാൻ എന്താണ് എന്ന് നോക്കാം. എ സിംഗിൾ യൂസ് പ്ലാൻ ഈസ് ഡെവലപ്ഡ് ഫോർ എ വൺ ടൈം ഇവന്റ് ഓർ പ്രോജക്റ്റ്. അതായത് നമ്മളുടെ ബിസിനസിന്റെ ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു തവണയും മാത്രം സംഭവിക്കുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോജക്റ്റിന് വേണ്ടി മാത്രമുള്ളതോ ആയി നമ്മൾ ഡെവലപ്പ് ചെയ്തേക്കുന്ന പ്ലാനുകളെ പറയുന്ന പേരാണ് സിംഗിൾ യൂസ് പ്ലാൻ. അതിന്റെ ഉപയോഗം ഒറ്റ തവണ മാത്രമേ ഉള്ളൂ. ദേ ആർ യൂസ്ഡ് ഫോർ നോൺ ട്രക്കറിംഗ് സിറ്റുവേഷൻ. അതായത് തുടർച്ചയായി വരാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയാണ് സിംഗിൾ യൂസ് പ്ലാനുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ദിസ് പ്ലാൻ ഇൻക്ലൂഡ്സ് ബജറ്റ്, പ്രോഗ്രാംസ് ആൻഡ് പ്രൊസീജിയർ. സിംഗിൾ യൂസ് പ്ലാനുകളാണ് ബജറ്റുകൾ, പ്രോഗ്രാമുകളും പ്രോജക്റ്റുകളും. അടുത്തത് നമ്മൾ നോക്കുന്നത് സ്റ്റാൻഡിംഗ് പ്ലാൻസ്. എന്താണ് സ്റ്റാൻഡിംഗ് പ്ലാൻ എന്ന് നോക്കാം. എ സ്റ്റാൻഡിംഗ് പ്ലാൻ ഈസ് യൂസ്ഡ് ഫോർ ആക്ടിവിറ്റീസ് ദാറ്റ് ഒക്കർ റെഗുലർലി ഓവർ എ പീരീഡ് ഓഫ് ടൈം. അതായത് ഒരു സ്ഥാപനത്തിൽ കുറെ നാളുകൾ കൊണ്ട് തുടർച്ചയായി ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പദ്ധതികളെ പറയുന്ന പേരാണ് സ്റ്റാൻഡിംഗ് പ്ലാൻ. നോക്കാം. എ സ്റ്റാൻഡിംഗ് പ്ലാൻ ഈസ് യൂസ്ഡ്, സ്റ്റാൻഡിംഗ് പ്ലാനുകൾ ഉപയോഗിക്കുന്നു ഫോർ ആക്ടിവിറ്റീസ്, പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ദാറ്റ് ഒക്കർ, അത് ഉണ്ടാകുന്നു റെഗുലർലി ഓവർ എ പീരീഡ് ഓഫ് ടൈം, തുടർച്ചയായി കുറെ നാളുകളുണ്ട്. അതായത് തുടർച്ചയായി കുറെ നാളുകളുണ്ട് ഒരു സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പ്ലാനുകളെ പറയുന്ന പേരാണ് സ്റ്റാൻഡിംഗ് പ്ലാൻ. ഇറ്റ് ഇൻക്ലൂഡ്സ് പോളിസീസ്, പ്രൊസീജിയേഴ്സ്, മെത്തേഡ്സ് ആൻഡ് റൂൾസ്. അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവാം? പോളിസികൾ ഉണ്ടാവാം, പ്രൊസീജിയറുകൾ ഉണ്ടാവാം, മെത്തേഡ്സ് ഉണ്ടാവാം, റൂളുകളും ഉണ്ടാകാം. അടുത്തതായി നമ്മൾ നോക്കുന്നത് ഓരോ തരത്തിലുള്ള പ്ലാനുകളെ പറ്റിയാണ്. പ്ലാനുകളിൽ ഏറ്റവും ആദ്യമായി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടുന്ന ഒബ്ജക്റ്റീവുകളെ പറ്റിയാണ്. ഒബ്ജക്റ്റീവ്സ് ആർ വെരി ബേസിക് ടു ദ ഓർഗനൈസേഷൻ ആൻഡ് ദേ ആർ ഡിഫൈൻഡ് ആസ് ends which the management seeks to achieve by its operation. ഏതൊരു സ്ഥാപനത്തിൻ്റെയും അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് ലക്ഷ്യം എന്നുള്ളത്. ലക്ഷ്യത്തിനകത്ത് മാനേജ്മെന്റ് അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്നും എന്താണ് ആയിത്തീരാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നത് അതിനെയാണ് ഒബ്ജക്റ്റീവ്സിനകത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഒബ്ജക്റ്റീവ്സ് ആർ വെരി ബേസിക് ടു ദ ഓർഗനൈസേഷൻ. ഏതൊരു സ്ഥാപനത്തിൻ്റെയും അടിസ്ഥാനപരമായ കാര്യമാണ് ഒബ്ജക്റ്റീവ്സ്. And they are defined as ends which the management seeks to achieve by its operation. അതായത് മാനേജ്മെന്റ് ആ ബിസിനസിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എന്താണോ ആകാൻ ആഗ്രഹിക്കുന്നത്, ബിസിനസ് എന്താണോ ആകാൻ ആഗ്രഹിക്കുന്നത് അതാണ് ഒബ്ജക്റ്റീവ്സിനകത്ത് പറഞ്ഞിരിക്കുന്നത്. Therefore an objective simply stated is what you would like to achieve. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റീവിനകത്ത് എന്തായിരിക്കും കൃത്യമായി പറയുന്നത്? നമ്മൾ എന്താണോ ആഗ്രഹിക്കാനെ കൊണ്ട് ആഗ്രഹിക്കുന്നത് അതിനെ പറയുന്ന പേരാണ് ഒബ്ജക്റ്റീവ്. അടുത്താണ് സ്ട്രാറ്റജി, തന്ത്രങ്ങൾ. സ്ട്രാറ്റജി ഈസ് എ കോംപ്രഹെൻസീവ് പ്ലാൻ ഫോർ അക്കംപ്ലിഷിംഗ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. അതായത് നമ്മളുടെ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, കോംപ്രഹെൻസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശാലമായ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പദ്ധതികളെ പറയുന്ന പേരാണ് സ്ട്രാറ്റജീസ്. These comprehensive plans will include 3 dimensions. ഈ കോംപ്രഹെൻസീവ് പ്ലാൻസിന് 3 ഡയമെൻഷനുകളാണുള്ളത്. ഒന്ന്, ഡിറ്റർമിനിങ് ദ ലോങ് ടൈം ഒബ്ജക്റ്റീവ്, ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഡിറ്റർമിൻ ചെയ്യുക. അഡോപ്റ്റിംഗ് പെർട്ടിക്കുലർ കോഴ്സ് ഓഫ് ആക്ഷൻ, എന്നിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രവർത്തന ശൈലി നമ്മൾ അഡോപ്റ്റ് ചെയ്യുക. അലോക്കേറ്റിംഗ് റിസോഴ്സ് നെസസറി ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ്സ്, നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് ആവശ്യമായ വിഭവങ്ങൾ നമ്മൾ വീതിച്ചു നൽകുക, ഓരോ ഡിപ്പാർട്ട്മെന്റിനും വീതിച്ചു നൽകുക. സോ ദീസ് ആർ റിലേറ്റഡ് വിത്ത് സ്ട്രാറ്റജി. ഇതാണ് സ്ട്രാറ്റജിയുമായി ബന്ധപ്പെട്ട. അപ്പോൾ സ്ട്രാറ്റജി ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ്, ബിസിനസിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള അത് വിശാലമായ ഒരു പദ്ധതിയെ പറയുന്ന പേരാണ് കോംപ്രഹെൻസീവ് പ്ലാനിനെ പറയുന്ന പേരാണ് സ്ട്രാറ്റജി. അടുത്തതായി പോളിസീസ്, നയങ്ങൾ.
Policies are general statements that guide thinking or channelizing energies towards a particular direction. ഒരു പ്രത്യേക ഡയറക്ഷനിലേക്ക് നമ്മളുടെ എനർജികളെ, നമ്മളുടെ ചിന്തകളെ ചാനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള, ഗൈഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ നയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റിനെ പറഞ്ഞ പേരാണ് പോളിസീസ്. നമുക്കൊന്നും നോക്കാം. പോളിസീസ് ആർ ജനറൽ സ്റ്റേറ്റ്മെന്റ്. പോളിസി എന്ന് വെച്ചാൽ പൊതുവായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, എല്ലാ ആൾക്കാർക്കും ബാധകമായിട്ടുള്ളതാണ്. ദ ഗൈഡ്, അത് നമ്മൾ അത് നയിക്കുന്നു. തിങ്കിങ് ഓർ ചാനലൈസിങ് എനർജീസ് ടുവേർഡ്സ് എ പെർട്ടിക്കുലർ ഡയറക്ഷൻ, അതായത് നമ്മളുടെ ചിന്തകളെയോ നമ്മളുടെ ഊർജത്തെയോ ഏതെങ്കിലും ഒരു പ്രത്യേക ഡയറക്ഷനിലേക്ക് നയിക്കുന്ന പൊതുവായ ഒരു സ്റ്റേറ്റ്മെന്റിനെ പറഞ്ഞ പേരാണ് പോളിസീസ്. Policies provide a basis for interpreting strategy which is usually stated in general terms. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കാം. Policy provide a basis for interpreting the strategy which is usually stated in general terms. അതായത് നമ്മളുടെ സ്ട്രാറ്റജിയെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള അടിസ്ഥാനപരമായ ഒരു ഘടകമാണ് പോളിസി. They are guided to manage action. മാനേജർക്ക് തീരുമാനങ്ങൾ എടുക്കാനെ കൊണ്ട് ഗൈഡ് ചെയ്യുന്ന, അസിസ്റ്റ് ചെയ്യും. ആൻഡ് ഡിസിഷൻസ് ഇൻ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് സ്ട്രാറ്റജി, അതായത് സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള മാനേജൽ ആക്ഷൻസിനെയും ഡിസിഷൻസിനെയും ഗൈഡ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പോളിസി. അടുത്തതാണ് പ്രൊസീജിയർ. എന്താണ് പ്രൊസീജിയർ എന്ന് നോക്കാം. പ്രൊസീജിയേഴ്സ് ആൻഡ് റുട്ടീൻ സ്റ്റെപ്പ് ഓൺ ഹൗ ടു ക്യാരി ഔട്ട് ആക്ടിവിറ്റീസ്, അതായത് പ്രവർത്തനങ്ങൾ, ഏതെങ്കിലും ഒരു ജോലി എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു റുട്ടീൻ സ്റ്റെപ്പിനെ പറയുന്ന പേരാണ് പ്രൊസീജിയർ. They detail the exact manner in which any work is to be performed. അതായത് ഏതൊരു ജോലിയും എങ്ങനെയാണ് ചെയ്യുന്നത്, ശരിയായ രീതിയിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള വിശദമായ കാര്യങ്ങളായിരിക്കും, ഡീറ്റെയിൽസ് ആയിരിക്കും പ്രൊസീജിയേഴ്സിനകത്ത് പറഞ്ഞിരിക്കുക. They are specified in a chronological order. ക്രോണോളജിക്കൽ ഓർഡറിലായിരിക്കും, അതായത് ആദ്യമേ ഇന്നതായിരിക്കണം, രണ്ടാമത് ഇന്നതായിരിക്കണം ചെയ്യേണ്ടത് എന്നുള്ള കാര്യമായിരിക്കും അതിനകത്ത് പറയാം. അപ്പോൾ പ്രൊസീജിയേഴ്സ് എന്ന് വെച്ചാൽ ഒരു ജോലി ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു സ്റ്റെപ്പാണ് പറഞ്ഞിരിക്കുന്നത്. ആ സ്റ്റെപ്പുകളിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി വിശദമായി പറഞ്ഞിരിക്കുന്നു. ഇത് ക്രോണോളജിക്കൽ ഓർഡറിലായിരിക്കും കാണപ്പെടുക. അടുത്താണ് മെത്തേഡ്സ്. നോക്കാം എന്താണ് മെത്തേഡ് എന്ന്. മെത്തേഡ് പ്രൊവൈഡ്സ് ദ പ്രിസ്ക്രൈബ്ഡ് വേസ് of manner in which task has to be performed considering the objective. അതായത് നമ്മളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഏത് രീതിയിലാണ് ജോലി ചെയ്യേണ്ടുന്നത് എന്നുള്ളതിനെ പറ്റി പറഞ്ഞിരിക്കുകയാണ്. പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതിനെ പറഞ്ഞ പേരാണ് മെത്തേഡ്സ്. നോക്കാം. മെത്തേഡ് പ്രൊവൈഡ്സ് ദ പ്രിസ്ക്രൈബ്ഡ് വേ ഓഫ് മാനർ ഇൻ വിച്ച് ടാസ്ക് ഹാസ് ടു ബി പെർഫോംഡ് കൺസിഡറിംഗ് ദ ഒബ്ജക്റ്റീവ്. നമ്മളുടെ ഒബ്ജക്റ്റീവുകൾ കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവുകൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഒരു ജോലി, ടാസ്ക് ഏത് രീതിയിലാണ്, വേ ഓഫ് മാനർ ഏത് രീതിയിലാണ് ചെയ്യേണ്ടുന്നത്, ഓക്കെ എന്ന് പറഞ്ഞു ഇരിക്കുകയാണ്. അതിനെ പറഞ്ഞ പേരാണ് മെത്തേഡ്സ്. ഇറ്റ് ഡീൽസ് with a task comprising one step of a procedure and specify how this step is to be performed. അതായത് ഏത് ജോലി ചെയ്യണം, അത് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യമാണ് മെത്തേഡ്സിനകത്ത് പറഞ്ഞിരിക്കുന്നത്. The methods may vary from task to task. ഓരോ ജോലിക്കും ഓരോ രീതിയിലുള്ള മെത്തേഡുകളായിരിക്കും ഉണ്ടാകുക. അടുത്താണ് റൂൾസ്. എന്താണ് റൂൾസ് എന്ന് നോക്കാം. റൂൾസ് ആർ സ്പെസിഫിക് സ്റ്റേറ്റ്മെന്റ് that inform what is to be done. എന്താണ് ചെയ്യേണ്ടുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു സ്പെസിഫിക് സ്റ്റേറ്റ്മെന്റ്. സ്പെസിഫിക് സ്റ്റേറ്റ്മെന്റ് വെച്ചാൽ ഇന്ന സമയത്ത് എന്ത് ചെയ്യണം എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ പറഞ്ഞ പേരാണ് റൂൾ. They do not allow for any flexibility or discretion. ഇത് യാതൊരു വിധത്തിലുള്ള വ്യതിയാനങ്ങളും സംഭവിക്കത്തില്ല, യാതൊരു വിധത്തിലുള്ള ഡിസ്ക്രിഷൻ ഒരാൾക്ക് വേണ്ടി അത് മാറ്റത്തും ഇല്ല. ഓക്കെ. It reflects the managerial decision that a certain action must or must not be taken. അതായത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണോ ചെയ്യണ്ട എന്നുള്ള കാര്യത്തെ ഭയങ്കരമായിട്ട് വല്ലാതെ റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കുന്ന, അല്ലെങ്കിൽ മാനേജേഴ്സിന് ഒരു കാര്യം ചെയ്യണോ ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളൊന്നാണ് റൂളുകൾ. അപ്പോൾ റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് ആൾക്കാർക്ക് ഇൻഫോം നൽകുന്ന ഒരു സ്പെസിഫിക് സ്റ്റേറ്റ്മെന്റ് ആണ്. അതൊരു കാരണവശാലും ഫ്ലെക്സിബിൾ അല്ല, ഡിസ്ക്രിഷണറി അല്ല. അതേപോലെ തന്നെ മാനേജേഴ്സിന് എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്നുള്ള കാര്യം റൂളിൽ കൂടിയാണ് മനസ്സിലാക്കുക. അടുത്താണ് പ്രോഗ്രാംസ്. എന്താണ് പ്രോഗ്രാംസ് എന്ന് നോക്കാം. പ്രോഗ്രാംസ് ആർ ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് എ പ്രോജക്റ്റ് വിച്ച് ഔട്ട്ലൈൻസ് ദ ഒബ്ജക്റ്റീവ്സ്, പോളിസീസ്, പ്രൊസീജിയേഴ്സ്, റൂൾസ്, ടാസ്ക്, human and physical resources required and the budget to implement any course of action. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കാം.
പ്രോഗ്രാംസ് ആർ ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെന്റ്. പ്രോഗ്രാമുകൾ എന്ന് വെച്ചാൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിശാലമായ സ്റ്റേറ്റ്മെന്റ് ആണ്. എന്തിനെ പറ്റി? അബൌട്ട് എ പ്രോജക്റ്റ്. ഒരു പ്രോജക്റ്റിനെ പറ്റിയുള്ള വളരെ വിശാലമായ സ്റ്റേറ്റ്മെന്റ് ആണ്. വിച്ച് ഔട്ട്ലൈൻസ്, അതിനകത്ത് പറഞ്ഞിരിക്കുന്നു ദ ഒബ്ജക്റ്റീവ്സ്, പോളിസീസ്, പ്രൊസീജിയേഴ്സ്, റൂൾസ്, ടാസ്ക്, ഹ്യൂമൻ ആൻഡ് ഫിസിക്കൽ റിസോഴ്സ് റിക്വയർഡ്. അതായത് ഏതൊക്കെ തരത്തിലുള്ള ഒബ്ജക്റ്റ് എന്തായിരിക്കണം, നമ്മൾ ഒബ്ജക്റ്റീവ്, പോളിസികൾ എന്താണ്, പ്രൊസീജിയേഴ്സ് എന്താണ്, റൂൾസ് എന്താണ്, ടാസ്ക് എന്താണ്, എത്രത്തോളം ഹ്യൂമൻ ആയിട്ടുള്ളതും ഫിസിക്കൽ ആയിട്ടുള്ള റിസോഴ്സുകൾ ആവശ്യമാണ്, ആൻഡ് ദ ബഡ്ജറ്റ് ടു ഇംപ്ലിമെന്റ് എനി കോഴ്സ് ഓഫ് ആക്ഷൻ. അതേപോലെ തന്നെ ഒരു ജോലി ചെയ്യുന്നതിന് എത്ര രൂപ ചെലവാകും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, പ്രോഗ്രാമിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു പ്രോജക്റ്റിനെ പറ്റിയുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതിനകത്ത് കൃത്യമായി പറഞ്ഞു ഔട്ട്ലൈൻ ചെയ്യുക എന്ന് വെച്ചാൽ പറഞ്ഞിരിക്കുന്നത് കൂടി പറഞ്ഞിരിക്കുന്നത് ഒരു ജോലി ചെയ്യുന്നതിന് എത്ര രൂപ ചെലവാകും, അതേപോലെ എത്രത്തോളം ഹ്യൂമൻ ഫിസിക്കൽ റിസോഴ്സ് ആവശ്യമാണ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, പോളിസീസ് എന്താണ്, പ്രൊസീജിയേഴ്സും റൂൾസും എന്താണ് എന്നുള്ള കാര്യം പറയുന്ന പേരാണ് പ്രോഗ്രാംസ്. അടുത്താണ് ബഡ്ജറ്റ്. എ ബഡ്ജറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് എക്സ്പെക്റ്റഡ് റിസൾട്ട്സ് എക്സ്പ്രസ്ഡ് ഇൻ ന്യൂമറിക്കൽ ടേംസ്. ഇറ്റ് ഈസ് എ പ്ലാൻ വിച്ച് ക്വാണ്ടിഫൈസ് ദ ഫ്യൂച്ചർ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന, നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ടുകളെ പണപരമായി മെഷർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ബഡ്ജറ്റ്. ഇറ്റ് ഈസ് എ പ്ലാൻ വിച്ച് ക്വാണ്ടിഫൈസ് ദ ഫ്യൂച്ചർ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. ഭാവിയിൽ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യങ്ങളെ ക്വാണ്ടിഫൈ ചെയ്യുക, അളത്തെടുക്കുന്നതാണ് ബഡ്ജറ്റിനകത്ത്. അപ്പം ഭാവിയിൽ എത്രത്തോളം രൂപയുടെ വരുമാനം ഉണ്ടാകാം, ചെലവുകൾ ഉണ്ടാകാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനെ പറഞ്ഞ പേരാണ് ബഡ്ജറ്റ്. അടുത്തായി നമ്മൾ നോക്കേണ്ടത് ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിംഗ് ആണ്. പ്ലാനിങ്ങിന്റെ ലിമിറ്റേഷൻസ് എന്താണെന്ന് നോക്കാം. ഒന്ന്, കോസ്റ്റ്ലി പ്രോസസ്. പ്ലാനിങ് വളരെ ചെറിയ ഒരു പ്രക്രിയയാണ്. പ്ലാനിങ് ഈസ് ആൻ എക്സ്പെൻസീവ് പ്രോസസ്. മണി, ടൈം ആൻഡ് എഫോർട്ട് ഹാവ് ടു ബി സ്പെൻഡ് ഇൻ ഫോർകാസ്റ്റിംഗ്, കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ, ഇവാലുവേഷൻ ഓഫ് ആൾട്ടർനേറ്റീവ്സ് എക്സെട്ര. അതായത് പ്ലാനിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെലവേറിയ ഒരു പ്രോസസ്സാണ്. കാരണം നമ്മളുടെ ആൾട്ടർനേറ്റീവ് കോഴ്സുകൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയും ഇൻഫർമേഷനുകൾ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയും ഒരുപാട് പണം, സമയം തുടങ്ങിയ സാധനങ്ങൾ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അടുത്തതായി നമ്മൾ നോക്കുന്നത് ടൈം കൺസ്യൂമിങ്. കൺസിഡറബിൾ ടൈം ഈസ് റിക്വയർഡ് ഫോർ കളക്ഷൻ, അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഇൻഫർമേഷൻ. ഫോർ പ്ലാനിങ്ങിന് ആവശ്യമായിരിക്കുന്ന ഡേറ്റകൾ കളക്ട് ചെയ്യുന്നതിനും അനലൈസ് ചെയ്യുന്നതിനും ഒരുപാട് സമയമെടുക്കും. Therefore, planning is not practicable during emergencies and crises when on-the-spot decisions are necessary. വളരെ വേഗത്തിൽ തന്നെ തീരുമാനങ്ങൾ എടുക്കേണ്ടുന്ന എമർജൻസി ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രൈസിസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ പ്ലാനിംഗ് ഒരിക്കലും പ്രാക്ടിക്കൽ അല്ല. കാരണം അവിടെ ഇതിനൊക്കെ വേണ്ടി ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് വരും. അടുത്താണ് റിജിഡിറ്റി. റിജിഡിറ്റി എന്ന് വെച്ചാൽ ചേഞ്ചസുകളൊന്നും ഉണ്ടാക്കുന്നതില്ല. Once plans are formulated, people tend to strictly adhere to them, irrespective of change in the environment. അതായത് നമ്മളുടെ ബിസിനസ്സിന് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും കൺസിഡർ ചെയ്യാതെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന അതേ വഴിക്ക് തന്നെ ആൾക്കാർ, എംപ്ലോയീസ് പൊക്കോണ്ടേയിരിക്കും. അതിനുള്ളൊരു സ്കോപ്പ് ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് പ്ലാനിങ് എന്തിന് കാരണമാകുന്നു? റിജിഡിറ്റിക്ക് കാരണമാകുന്നു. അതായത് നമ്മളൊരു പ്ലാൻ ചെയ്തു, പക്ഷെ പിന്നീടാണ് എന്തെങ്കിലും തരത്തിലുള്ള നമ്മളുടെ സാഹചര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങൾ വന്നു. എന്നിരുന്നാലും നമ്മൾ എന്ത് ചെയ്യും? ആ പ്ലാൻ തന്നെ ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്യാനെ കൊണ്ട് പല എംപ്ലോയീസും നിർബന്ധിതരാകും. അതുകൊണ്ട് പ്ലാനിങ് പലപ്പോഴും റിജിഡിറ്റിക്ക് കാരണമാകും. അടുത്താണ് പ്ലാനിങ് റെഡ്യൂസ് ക്രിയേറ്റിവിറ്റി. ആൾക്കാരുടെ സർഗാത്മകതയെ ഇല്ലാതെയാക്കുന്നു. മെനി പ്ലാനിങ് ഇസ് ഡൺ ബൈ ടോപ്പ് മാനേജ്മെന്റ്. Thus, much of the creativity inherent in middle and lower level management get reduced. അതായത് മിക്കവാറുള്ള എല്ലാ പദ്ധതികളും നടത്തുന്നത് ആരായിരിക്കും? ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ മിഡിൽ ലെവൽ മാനേജ്മെന്റിലെയോ ലോവർ ലെവൽ മാനേജ്മെന്റിലെയോ ആൾക്കാരുടെ ക്രിയേറ്റിവിറ്റി, സർഗാത്മകത ഇല്ലാതെയാകും. അടുത്തത് പ്ലാനിങ് ഡസ് നോട്ട് ഗ്യാരണ്ടി സക്സസ്. നന്നായിട്ട് പ്ലാൻ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വിജയം നേടണമെന്നില്ല. The success of an enterprise is possible only when the plans are properly drawn up and implemented. അതായത് ഒരു സ്ഥാപനത്തിന്റെ പദ്ധതികൾ വിജയകരമാകണമെങ്കിൽ അവയെല്ലാം കൃത്യമായി നിർവചിക്കുകയും കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യണം. കൃത്യമായി നിർവചിക്കുന്നത് കൃത്യമായി ഡ്രോൺ അപ്പ് ചെയ്യണം. ഡ്രോൺ അപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ പ്ലാനുകൾ കൃത്യമായിരിക്കണം. ആൻഡ് ഇംപ്ലിമെന്റഡ്, അത് പ്രാബല്യത്തിൽ വരുത്തുന്നതും കൃത്യമായിരിക്കണം. ഇറ്റ് വിൽ ക്രിയേറ്റ് എ ഫാൾസ് സെൻസ് ഓഫ് സെക്യൂരിറ്റി അമംഗ് ദ എംപ്ലോയീസ്. ഇത് പലപ്പോഴും പല ആൾക്കാർക്കും ഒരു തെറ്റായ ധാരണകൾ ഉണ്ടാക്കും. എന്താണ്? നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഇനി വിജയം തന്നെ വന്നോളൂ. ഓക്കെ, അത് അങ്ങനെയല്ല, ഒരു കാരണവശാലും അങ്ങനെയല്ല. പ്ലാനിങ് ഒരു കാരണവശാലും വിജയം ഉറപ്പു തരുന്നതില്ല.
ഇപ്പം ഈ ക്ലാസ്സുകൾ കേട്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും കൊട്ടാരക്കര ICM മഹാരാജ കോളേജിൻ്റെ എല്ലാവിധത്തിലുള്ള വിജയാശംസകൾ. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. തുടർച്ചയായ ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. താങ്ക് യു.